വിശുദ്ധി. വിശുദ്ധി എന്നതാണ് ദൈവസാന്നിധ്യത്തിന്റെ അടയാളം എന്ന് പറയും. അതായത് വിശുദ്ധി എന്തുമാത്രം ഉണ്ട് ഒരാളിൽ എന്തുമാത്രം ദൈവസാന്നിധ്യം ഉണ്ട് എന്നതിന് അനുപാതമാണെന്ന് പറയും. പാരലായിട്ട് പോകുന്ന സംഗതിയാണ്. അപ്പൊ നിങ്ങളിൽ ഇത്രയും വിശുദ്ധി ഉണ്ട് എങ്കിൽ ഇത്രയും ദൈവസാന്നിധ്യമുണ്ട്. അപ്പൊ ഈ വിശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? നിരന്തര ശ്രമമാണ് വിശുദ്ധി. അതല്ലാതെ വിശുദ്ധി എന്ന് പറയുന്നത് ഇന്ന് ഞാൻ വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ചു, നാളെ മുതൽ ഞാൻ കംപ്ലീറ്റ് വിശുദ്ധനായി അല്ല. വിശുദ്ധര് പോലും അവസാന നിമിഷം വരെയും വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ചെയ്തത്. സോ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് കുമ്പസാരക്കൂടുകളാണ്. എവിടെയെങ്കിലും പാളിപ്പോയാൽ നമ്മളെ സഹായിക്കാൻ ഒരു കുമ്പസാരക്കൂടുണ്ട്. അവിടെ ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളൊരു പുതിയ മനുഷ്യനാണ്. ദൈവം എത്ര തവണയാണ് നമുക്ക് അവസരങ്ങൾ തരുന്നത്. അതുകൊണ്ട് വിശുദ്ധിയിൽ നിങ്ങൾ വളരണം. വിശുദ്ധി എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിൻ ലൈഫാണ്. കോൺസെൻട്രേഷൻ ഉണ്ടാക്കുന്ന, ഫോക്കസ്ഡ് ആക്കാൻ സഹായിക്കുന്ന, ലക്ഷ്യബോധം ഉണ്ടാക്കുന്ന, ഒരുപാട് മാനസികമായി ഗുണം ചെയ്യുന്ന, ആത്മീയമായി ശക്തിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് വിശുദ്ധി എന്ന് പറയുന്നത് ഒരു തമാശയായിട്ട് തോന്നും. പക്ഷെ ലൈഫിൽ ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാളും, അതിപ്പോൾ അവൻ ദൈവഭക്തൻ അല്ലെങ്കിൽ പോലും ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിലും മനുഷ്യൻ എത്തിക്കാണില്ല അല്ലേ? അതുപോലെ തന്നെയാണ് ഡിസിപ്ലിന്റെ ഒരു ശാരീരികമായ ഒരു കൃത്യതയിൽ ജീവിക്കുക എന്ന് പറയുന്നത് വിശുദ്ധി തന്നെയാണ്. ഇപ്പൊ എന്റെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും എല്ലാം ഞാൻ വേർതിരിച്ച് വിശുദ്ധിയിൽ ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് എൻ്റെ ഇതിനോടൊക്കെയുള്ള എൻ്റെ ഒരു റെസ്പെക്ട്. എൻ്റെ ശരീരം വിലയുള്ളതാണ്, എൻ്റെ മനസ്സ് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ എനർജി കളയത്തുള്ളൂ. അപ്പൊ അത്തരത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിനെ ഒതുക്കത്തിലേക്ക് അല്ലെങ്കിൽ ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരുന്നതിന് ഒരുതരം വിശുദ്ധി തന്നെയാണ്. പാപം ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോവാതെ വില കുറഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം വിശുദ്ധിയുടെ ഒരു ഭാഗം തന്നെയാണ്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചിരിക്കുന്ന അവസ്ഥ മാത്രമല്ല, ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും മാനിക്കുന്ന അവസ്ഥ കൂടെയാണ് വിശുദ്ധി. സോ വിശുദ്ധിയിലായിരിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഉള്ളിലെ ദൈവസാന്നിധ്യത്തിന്റെ ശക്തി വർദ്ധിക്കുകയാണ്. അത് നമ്മുടെ ശക്തിയായിട്ട് മാറുകയാണ്. നിങ്ങളുടെ മാനസിക ബലം വർദ്ധിക്കും. നിങ്ങളുടെ ശാരീരിക ക്ഷമതയിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ സഹായം ലഭിക്കാൻ തുടങ്ങും. നിങ്ങളുടെ രോഗാവസ്ഥകളിലൊക്കെ ആ പവർ വർക്ക് ചെയ്യാൻ തുടങ്ങും നിങ്ങളുടെ ഉള്ളിലെ. അതുപോലെ നിങ്ങളുടെ ആത്മാവിലെ ദൈവത്തിന്റെ ശക്തി നിറഞ്ഞു നിൽക്കും. സോ വിശുദ്ധി എന്ന് പറയുന്ന സംഗതിക്ക് വേണ്ടി നിരന്തരമായി ശ്രമിക്കുക. അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല ഭൗതിക ജീവിതത്തിലും ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. മനഃശാസ്ത്രം പോലും അഡ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ അവർ വിശുദ്ധി എന്ന വാക്ക് യൂസ് ചെയ്യുന്നില്ലെന്നുള്ളൂ. പക്ഷെ ഒരു ഡിസിപ്ലിൻ ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ജീവിക്കുന്നതിനെ കുറിച്ച് പറയില്ലേ, അതിന്റെ ഒരു ആത്മീയ ഭാഷയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശുദ്ധിയെ മനസ്സിലാക്കാൻ സാധിക്കും. സോ വിശുദ്ധിയിൽ വളരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ആമേൻ.